ബന്ധുവായ 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ വയോധികന് ശിഷ്ടകാലം അഴിക്കുള്ളിൽ കഴിയാം. കേസിൽ 102 വർഷം കഠിന തടവ് ശിക്ഷ, 1 ലക്ഷം രൂപ പിഴയും വിധിച്ചു. തിരുവനന്തപുരം പോക്സോ കോടതിയാണ് പ്രതിയെ ശിക്ഷിച്ചത്. 2020-ലുണ്ടായ അതിക്രമത്തിലാണ് ഇപ്പോൾ ശിക്ഷാവിധി. മുറപ്രകാരം മുത്തച്ഛന്റെ സ്ഥാനത്ത് വരുന്ന ആളുടെ ക്രൂരതയ്ക്കാണ് 5 വയസ്സുകാരി ഇരയായത്. കൊച്ചുമകളെന്ന വാത്സല്യം മറന്ന് ലൈംഗിക വെറിക്ക് കുഞ്ഞിനെ ഇരയാക്കിയ 62-കാരനെയാണ് തിരുവനന്തപുരം അതിവേഗ പോക്സോ കോടതി ജഡ്ജി ആർ രേഖ കഠിന ശിക്ഷയ്ക്ക് വിധിച്ചത്. പ്രതി 102 വർഷം കഠിന തടവ് അനുഭവിക്കണം, 1,50,000 രൂപ പിഴയും ഒടുക്കണം. 2020-ലാണ് കേസിന് ആസ്പദമായ സംഭവം. സ്വന്തം വീട്ടിൽ വെച്ചാണ് പ്രതി 3 ദിവസം തുടർച്ചയായി കുട്ടിയെ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയത്. ഈ അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ അമ്മയുടെ മാമനാണ്. അപ്പോൾ കുട്ടിയുടെ മുറയ്ക്ക് അപ്പൂപ്പനാണ്. ഈ ബാല്യകാലത്തുള്ള ഈ കുട്ടിയുടെ സ്വപ്നങ്ങളടക്കം ഈ പ്രതി നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. കാരണം ഈ കുട്ടി വലിയൊരു ട്രോമയിൽ നിന്ന് എപ്പോഴും ട്രോമയിലാണ് ഈ കുട്ടി. അപ്പോൾ അങ്ങനെ ഒരിക്കലും അനുവദിച്ചുകൂടാ. അതുകൊണ്ട് കടുത്ത ശിക്ഷ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് 102 കൊല്ലം ശിക്ഷ വിധിച്ചിട്ടുള്ളത്. മുത്തച്ഛന്റെ സ്ഥാനത്തുള്ള വ്യക്തി നടത്തിയ കൊടും ക്രൂരതയ്ക്ക് ദയ അർഹിക്കുന്നില്ലെന്ന് വിധിന്യായത്തിൽ കോടതി പറയുന്നു. സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമായതിനാൽ കൂടിയ ശിക്ഷ തന്നെ പ്രതി അനുഭവിക്കണമെന്നും കോടതി വ്യക്തമാക്കി. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ RS വിജയമോഹൻ, അഡ്വക്കേറ്റ് അതിയന്നൂർ RY അഖിലേഷ് എന്നിവർ ഹാജരായി. പ്രോസിക്യൂഷൻ 14 സാക്ഷികളെ വിസ്തരിച്ചു. 24 രേഖകളും 3 തൊണ്ടിമുതലുകളും ഹാജരാക്കി. കഠിനംകുളം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ദീപു KS, ഇൻസ്പെക്ടർ ബിൻസ് ജോസഫ് എന്നിവരാണ് കേസന്വേഷണം നടത്തിയത്. കുട്ടിക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ലീഗൽ സർവീസ് സൊസൈറ്റിയെ കോടതി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.